നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ഡിഫറൻസിയേഷൻസ് കാര്യങ്ങളൊന്നുമില്ലാണ്ട് ആർക്ക് വേണമെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകളോ PG കോഴ്സുകളോ ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ബേസിക് ആയിട്ട് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു റെഗുലർ യൂണിവേഴ്സിറ്റീനെ എടുത്ത് നോക്കുന്ന സമയത്ത് റെഗുലർ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന രീതികളും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് അറിയാത്തൊരു കാര്യം കൂടെയാണ്, ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? ഇത്തരത്തിൽ അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവർ പഠിക്കുന്നതൊക്കെ വീട്ടിൽ നിന്നായിരിക്കും, ആ യൂണിവേഴ്സിറ്റി ആയിട്ട് അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ അവർക്ക് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രജിസ്ട്രേഷന് ശേഷം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സ് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും പല കോഴ്സുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് സെമസ്റ്റർ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്റ്റുഡൻസിന് തോന്നുക, എനിക്ക് ഈ ഒരു കോഴ്സ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരുന്നില്ല. അത്തരത്തിൽ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നേരത്തെ നമ്മൾ മുൻകൂട്ടി അഡ്മിഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കോഴ്സുകൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിക്കലും നമ്മുടെ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഴ്സ് കണ്ടെത്തിയതിന് ശേഷം മാത്രം നമ്മൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെമസ്റ്റർ രജിസ്ട്രേഷന് നമ്മൾ ഏത് കോഴ്സാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ കോഴ്സിൻ്റെ പരീക്ഷ മാത്രമേ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുള്ളൂ. അതായത് സെമസ്റ്റർ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തത് ഏത് കോഴ്സിലാണോ അതിലെ പേപ്പേഴ്സിൻ്റെ പരീക്ഷ രജിസ്ട്രേഷൻ മാത്രമേ ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് LSCകൾ ഉണ്ടായിരിക്കും, അതായത് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവിടെയുള്ള കോർഡിനേറ്റർമാർക്ക് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരുന്നത് അതിൻ്റെ എല്ലാ അറിയിപ്പുകളും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ LSCയിലെ കോർഡിനേറ്റേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയൺ സെൻറ്ററിലോ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ
അറിയിപ്പുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാണ്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിലും യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എക്സാം അപ്ഡേഷൻസ് ആണെങ്കിലും ഇനി ടൈം ടേബിൾ ആണെങ്കിലും അങ്ങനെ പല നോട്ടിഫിക്കേഷൻസും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ഈ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതല്ലാണ്ട് പുറത്ത് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അറിയാൻ ബുദ്ധിമുട്ടുന്നതോ ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ LSCകളിലോ അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിലോ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റുഡൻസിന് വരുന്ന മറ്റൊരു ഡൗട്ടാണ്, നമ്മൾ സെമസ്റ്റർ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ രജിസ്ട്രേഷന് ശേഷം ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ മാറ്റാൻ പറ്റില്ല. എസ്പെഷ്യലി നിങ്ങളുടെ ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോഴ്സ് ആണെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ അതിലെ പേപ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റിയിൽ 2 അസൈൻമെന്റ് ഉണ്ട്. അത് നമ്മുടെ ഇന്റേണൽ മാർക്കിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷേ യൂണിവേഴ്സിറ്റി അതിൻ്റെ ആരംഭഘട്ടത്തിൽ 1ഉം 2ഉം ഇൻടേക്കിലെ സെമസ്റ്റർ 1 and 2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരാദ്യം ചെയ്തിരുന്നത് ഒന്ന് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഇന്റേണൽ ആയിട്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റായിട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി അതിനൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റായിട്ടും സെക്കൻഡ് സെറ്റായിട്ടും നിങ്ങളുടെ ഇന്റേണൽ മാർക്കിന് തുല്യമായിട്ട് നിങ്ങൾക്ക് 2 അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്. അതായത് ആദ്യത്തെ പോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് പേപ്പേഴ്സ് ഇന്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, അതിന് പകരമായിട്ട് 2 അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് എടുക്കുന്ന കുട്ടിയാണെങ്കിലും അവർക്ക് ഒരു സെമസ്റ്ററിൽ 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റുഡൻ്റ് ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ പരാതികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗ്രീവിയൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രീവിയൻസ് യൂണിറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ആ ഒരു ഗ്രീവിയൻസ് യൂണിറ്റിന് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിലെ ഗ്രീവിയൻസ് സിസ്റ്റത്തിൽ പരാതി നൽകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ആ പരാതിയുടെ കൂടെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കോഴ്സിൻ്റെ നെയിം, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, ഇമെയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പരാതികൾ ഗ്രീവിയൻസ് യൂണിറ്റിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീവിയൻസ് യൂണിറ്റ്, അവിടെ പ്രവർത്തിക്കുന്ന ഗ്രീവിയൻസ് യൂണിറ്റ് ആ ഒരു പരാതികൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതികൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സാധാരണ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ യൂണിവേഴ്സിറ്റീസിന് ഈക്വൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന കോഴ്സുകളാണെങ്കിലും അതിലെ പേപ്പേഴ്സ് ആണെങ്കിലും എല്ലാം അപ്രൂവ്ഡ് ആൻഡ് വാലിഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.